1.5 മാസം നീണ്ടുനിന്ന വാശിയേറിയ പരസ്യ പ്രചാരണത്തിന് കൊട്ടിക്കലാശമാവുകയാണ് പാലക്കാട്ട്. മുന്നണി മാറ്റം, ട്രോളി ബാഗ്, സ്പിരിറ്റ്, ട്രാക്ടർ, കള്ളവോട്ട്, ഇരട്ട വോട്ട് തുടങ്ങി നിരവധി വിവാദങ്ങളാണ് പാലക്കാട്ട് കവലകളിൽ കൊട്ടിക്കയറിയത്. വോട്ടെടുപ്പിന് 2 നാൾ മാത്രം ബാക്കി നിൽക്കെ ഇനിയൊരു ട്വിസ്റ്റ് ഉണ്ടാകുമോ പാലക്കാട്ട് എന്ന ആകാംക്ഷ പോലുമുണ്ട് പാലക്കാട്ടുകാർക്ക്. കൊട്ടിക്കലാശം ശക്തി പ്രകടനമാക്കി മാറ്റാനുള്ള ഒരുക്കങ്ങളെല്ലാം പൂർത്തീകരിക്കുന്നു 3 മുന്നണികളും. ഇരട്ട വോട്ട് ആരോപണത്തിൽ LDF പ്രവർത്തകർ അല്പസമയത്തിനും കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിക്കുന്നു. നാളെ നിശബ്ദ പ്രചാരണ ദിനം. മറ്റന്നാൾ പാലക്കാട് പോളിംഗ് ബൂത്തിലേക്ക് പോകുമ്പോൾ ഏറ്റവും ഒടുവിലത്തെ മണിക്കൂറിൽ പാലക്കാട്ട് സംഭവിക്കുന്നത് എന്തെല്ലാമാണ് എന്നത് നമ്മൾ കാണാൻ പോവുകയാണ്. ഈ വരുന്ന മണിക്കൂറുകളിൽ അക്ഷയ ദാമോദരനും AK സ്റ്റെഫിനും അശ്വജിത്തും അഭിലാഷ് മോഹനും പ്രസാദ് കുമാറും ഉൾപ്പെടെയുള്ള ഞങ്ങളുടെ സംഘം വിവിധ ഇടങ്ങളിലുള്ള ദൃശ്യങ്ങളും പ്രതികരണങ്ങളും പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ തയ്യാറാണ്. ആദ്യം അക്ഷയയിലേക്ക്. അക്ഷയ, ഏറെക്കുറെ 1 മാസമാകുന്നു അക്ഷയ പാലക്കാട്ട് എത്തിയിട്ട്. എങ്ങനെയുണ്ട് അവിടുത്തെ ഓളം അവസാന ദിവസത്തിലേക്ക് എത്തുമ്പോൾ? അവസാന ദിനം എന്തൊക്കെ കാര്യങ്ങൾ ജനങ്ങൾ ചർച്ച ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു 3 മുന്നണികളും? തീർച്ചയായിട്ടും 1 മാസമായി പാലക്കാട്ടേക്ക് എത്തിയിട്ട്. പക്ഷേ പാലക്കാട്ടിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ദിവസമാകുമ്പോഴേക്കായിരിക്കും അതിൻ്റെ ഒരു മുറുമുറുപ്പും അതിൻ്റെ ഒരു ആവേശവും ഒക്കെ ഉണ്ടാവുക. പക്ഷേ ആദ്യ ദിനം മുതൽ ഇത്രമേൽ ആവേശവും അർമാദവും ഒക്കെ ഉണ്ടായിട്ടുള്ള വേറൊരു തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടില്ല തോന്നി. ഇപ്പോൾ ഡോക്ടർ പി സരിൻ LDF സ്വതന്ത്ര സ്ഥാനാർത്ഥിക്കൊപ്പമാണ് നമ്മളുള്ളത്. അദ്ദേഹം ഇവിടെ ബാങ്ക് അക്കാഡമിയിലാണ്, ബാങ്ക് കോച്ചിങ് പഠിക്കാനായി എത്തിയിട്ടുള്ള കുട്ടികളുണ്ട്. ഈ കുട്ടികൾക്ക് മുൻപിലാണ് അദ്ദേഹം വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. അവസാന വോട്ടും ഉറപ്പിക്കാനുള്ള ശ്രമമാണ്, അതിനായിട്ടുള്ള അഭ്യർത്ഥനയാണ് സാറിൻ്റെ ഭാഗത്ത് ഉണ്ടാകുന്നത്. അദ്ദേഹം വെൽ എഡ്യൂക്കേറ്റഡ് ആണെന്നുള്ളതാണ് തന്നെയാണ് സാറിൻ്റെ ഏറ്റവും വലിയ ക്വാളിഫിക്കേഷൻ ആയിട്ട് എടുത്തു പറയുന്നത്. അപ്പം കുട്ടികളൊക്കെ ആയിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സംവാദം അത് അത്രമേൽ മനോഹരവുമാണ്. അദ്ദേഹം ആ തരത്തിലും ക്ലാസ് എടുക്കുമ്പോഴൊക്കെയാണ് കുട്ടികളോട് സംസാരിക്കുന്നത്. അപ്പോൾ അവസാനവട്ട വോട്ട് ഉറപ്പിക്കുകയാണ് സാറിന് സംസാരിക്കുന്നത്. കുറച്ചു നേരം ഒന്ന് കേൾക്കാമെന്ന് കൂടി തോന്നുന്നു. ചെറുപ്പക്കാരുടെ തീരുമാനത്തിൽ വലിയൊരു റോളുണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ. നിങ്ങൾ തീരുമാനിക്കുന്നതും കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ് വിജയി ആരാണ് എന്നുള്ളത്. കാരണം നിങ്ങളുടേതായ ലോകത്തിലേക്കാണ് ഒരു തെരഞ്ഞെടുപ്പ് വിജയം നിങ്ങൾ കൂട്ടിക്കൊണ്ടുവരുന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്കാണ് ഓൾ ദി ബെസ്റ്റ്. നിങ്ങൾ അറിഞ്ഞ് തിരഞ്ഞെടുക്കുന്ന ആള് നിങ്ങളെ വഞ്ചിക്കാത്ത, നിങ്ങളെ ചതിക്കാത്ത, നിങ്ങളെ ഇട്ടിട്ട് പോകാത്ത, നിങ്ങളെ ഉപേക്ഷിക്കാത്ത ഈ നാടിന്റെ നേരിനൊപ്പം നിൽക്കുന്ന ഒരാളാകട്ടെ. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ എല്ലാ ഭാവുകങ്ങളും നേരുന്നു. നന്ദി, നമസ്കാരം. നിങ്ങളുടെ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തെ തൊഴിലില്ലായ്മ ഈ മാസം സെന്റർ ഫോർ മോണിറ്ററിംഗ് LDF സ്ഥാനാർത്ഥി പി സരിന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണ ദിനമാണ്, അവസാന ദിനമാണ്. ബാങ്ക് കോച്ചിങ്ങിനെത്തിയ കുട്ടികളുമായി, വിദ്യാർത്ഥികളുമായി, വോട്ടർമാരുമായി സംവദിക്കുകയാണ് അവിടെ പി സരിൻ. എങ്ങനെയുണ്ട് കുട്ടികളോട് സംസാരിക്കുന്നത്? മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അതൊരു പ്രത്യേക ഫീലിംഗ് ആണ്. അവരെയോട് എല്ലായ്പ്പോഴും ഇന്ററാക്ട് ചെയ്യുന്ന ഒരു പ്രകൃതമാണ് എനിക്ക്. അപ്പൊ അവരെ കിട്ടിയാൽ ഞാൻ വോട്ട് ചോദിക്കാൻ മറക്കും, ബാക്കി കാര്യങ്ങൾ മാത്രമേ പറയാറുള്ളൂ. പക്ഷെ അവർക്കറിയാം എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത്. ഒരു യുവ സ്ഥാനാർത്ഥിയാണ് അങ്ങ് യുവത്വത്തിനോട് സംസാരിക്കുന്നത്. പാലക്കാട്ടെ യുവത്വം എന്താ തിരിച്ചു പറയുന്നത്? അവർക്ക് യുവാക്കൾക്കെന്ന് മാത്രമല്ല വയസ്സായ പ്രായമായവർക്കും നമ്മളെ ബ്രോ എന്നൊക്കെ വിളിക്കുന്ന സമയത്ത് ആദ്യമായിട്ട് ഞാൻ തിരിച്ചു വിളിക്കുമ്പോഴും ഇവിടെ അദ്ദേഹം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ബ്രോ എന്നുള്ള വിളിയൊക്കെ ഞാൻ പ്രതീക്ഷിച്ചത് ചെറുപ്പക്കാരിൽ നിന്ന് മാത്രമാണ്. പക്ഷേ 70 75 വയസ്സുള്ളവരും നമ്മളെ തിരികെ ബ്രോ എന്ന് വിളിക്കുമ്പോൾ, അവരെ തിരിച്ച് നമ്മൾ ബ്രോ എന്ന് വിളിക്കുമ്പോൾ ആദ്യമായിട്ട് ബ്രോ വിളി കേൾക്കുന്നതിന്റെ സന്തോഷവും നമ്മൾ അറിയുന്നുണ്ട്. ഇവരോട് ചോദിക്കട്ടെ, ബ്രോ എങ്ങനെയുണ്ട്? നമുക്ക് ഇവരോട് ചോദിക്കാം. എങ്ങനെയുണ്ട്? അടിപൊളിയാണ്. സൂപ്പർ. സരിൻ ബ്രോയ്ക്കാണ്. അതെ, ഇവരൊക്കെ ഇവിടെ രതീഷ് ഹിന്ദു ദിനപത്രം, ഹിന്ദു ആണ് നിങ്ങളുടെ അക്കാഡമി വരുത്തുന്നത്? അതെ, ഹിന്ദു പേപ്പർ. ഹിന്ദു ആണ് വരുത്തുന്നത്. ഹിന്ദു പത്രവും പിടിച്ചാണ് ഇവർ ഇരിക്കുന്നത്. ഇത് മനഃപൂർവ്വമാണോ? സരിൻ ഇങ്ങോട്ട് വന്നുകൊണ്ട് മാത്രമാണ് ഇതോടെ പിടിച്ചേ? എന്നും വായിക്കുന്നതാണ്. അപ്പൊ ഇവരുടെ എല്ലാവരുടെയും കയ്യിൽ ഡോക്ടർ പി സരിന്റെ പരസ്യം, അതായത് സ്ഥാനാർത്ഥി പരസ്യം കൂടി ഉണ്ട്. ആ പത്രവും പിടിച്ചാണ് ഇരിക്കുന്നത്. നല്ല സ്വീകരണമാണല്ലോ. എങ്ങനെയാ സ്ഥാനാർത്ഥികളുണ്ട്? ഇന്ന് കൊട്ടിക്കലാശം യുവത്വത്തിന്റെ ആവേശം ഉണ്ടാവോ? എന്താ സൂപ്പറായിട്ട് ഒരു ആവേശം പോരാലോ? രാവിലെ ചായ കുടിച്ചു. ഒരു ആവേശം പോരാലോ? എങ്ങനെയുണ്ട്? കുട്ടികളാണ് കേട്ടോ. അതായത് നമുക്കറിയാം രതീഷ് 1,94,000 പേരാണ് ഇവിടെ വോട്ട് ചെയ്യാൻ പോകുന്നത്. അതിൽ 1,200,000 പരം പേരും സ്ത്രീകളാണ്. അപ്പൊ നിങ്ങൾക്കൊക്കെ വോട്ടവകാശമില്ലേ? എന്താ മിണ്ടാത്തെ? വോട്ടവകാശമില്ലേ? വോട്ട് ചെയ്യൂലേ? വോട്ട് ചെയ്യൂലേ? എന്താ മിണ്ടാത്തതൊക്കെ? രാവിലെ തന്നെ ക്ലാസ് തുടങ്ങിയല്ലോ. ഇനി എന്താ ഉറക്കം? ഇന്നലെ ഉറങ്ങിയില്ലേ?
ഉഷാറായിട്ട് തന്നെയാണ്. കൊട്ടിക്കലാശത്തിനാണോ? കുട്ടിക്കലാശത്തിന് ഇല്ല, നോക്കാം. ടീച്ചറാണോ? എന്താ അവർക്ക് ഉഷാറില്ലാത്തെ? രാവിലെ വന്നിട്ട് എക്സാം എഴുതാൻ പറ്റാത്തതിന്റെ ഒരു ഇതായിരിക്കും. കുറച്ച് Exam ഉണ്ടോ ഇന്ന്? ഡെയിലി ക്വസ്റ്റ്യൻ പേപ്പറാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 10 മിനിറ്റോളം പോയില്ല, അതിന്റെ ടെൻഷനായി. കൊട്ടിക്കലാശത്തിന് ഇവിടെ വരെ ഓഫ് കോഴ്സ് അവരൊക്കെ ആണെങ്കിൽ. തെരഞ്ഞെടുപ്പ് എങ്ങനെയുണ്ട്? തെരഞ്ഞെടുപ്പ് ഉഷാറാണ്. ഒരു മാറ്റം ഉണ്ടാവട്ടെ. എന്തായാലും ബാങ്ക് ജീവനക്കാരനാണ് ഇവിടെ. എന്തായാലും എപ്പോഴും ഒരേപോലെ പോരല്ലോ. അവർ മാറുമോ? മാറ്റം ഉണ്ടാവുമെന്നാണ് വിചാരിക്കുക. കാരണം ഒരു പ്രത്യേകിച്ച് വിദ്യാസമ്പന്ന സ്ഥാനാർത്ഥി ആധാരം യുവാക്കൾക്കിടയിലൊക്കെ നല്ലൊരു പ്രതികരണമുണ്ട്. എങ്ങനെയാ ഇത്തവണ? ഡോക്ടർ സരീൻ ജയിക്കും. നല്ല ഭൂരിപക്ഷത്തോടു കൂടി ജയിക്കും. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ ഇടയിലും നല്ല ആൾക്കാരുടെ വിദ്യാഭ്യാസ ഇടയിലേക്ക് സരീന് നല്ലൊരു ഇതുണ്ട്. സാധാരണക്കാരുടെ ഇടയിലും തൊഴിലാളികളുടെ ഇടയിലും എല്ലാവർക്കും സരീന് ഒരു സ്വീകാര്യനായി മാറിയിട്ടുണ്ട്. സരിൻ നിങ്ങൾക്കൊക്കെ ഒരു മാതൃകയാണ്. ഡോക്ടറായിരുന്നു, അദ്ദേഹത്തിന് സിവിൽ സർവീസിൽ ജോലി കിട്ടി, അങ്ങനെ വിദ്യാഭ്യാസത്തിന്റെ രീതിയിൽ വലിയ മാതൃകയാണ്. അദ്ദേഹത്തിനെ ഫോളോ ചെയ്യുമോ? തീർച്ചയായും നല്ല ആശയങ്ങളുള്ള ആളാണെങ്കിൽ തീർച്ചയായും ഫോളോ ചെയ്യും. അദ്ദേഹത്തിന്റെ നിലവിലത്തെ ജീവിതത്തെ സരിനെ പോലെ ഒരു IAS ആണ്. എനിക്ക് ബാങ്ക് കോച്ചിങ്ങിന് തന്നെ താല്പര്യം. പക്ഷെ ബ്രോ ഓക്കെയാണ്, നല്ല കുഴപ്പമില്ല. ബ്രോ ഓക്കെയാണ്. ഒരു ബ്രോ എന്നാണ് വിളിക്കുന്നത്. സരിൻ ബ്രോ എന്നാണ് സരിനെ ആദ്യഘട്ടത്തിൽ മുതൽ വിശേഷിപ്പിച്ചു തുടങ്ങിയത്. അപ്പം ഇവിടുത്തെ പെൺകുട്ടികളാണ് സംസാരിക്കുന്നത്. എങ്ങനെയുണ്ട് സരിന്റെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ആണ്? എന്താ നിങ്ങൾക്ക് ഇഷ്ടം? ഇംപ്രസ്ഡ് ആണ്. ഇംപ്രസ്ഡ് ആണ് കേട്ടോ. പേരെന്നാ? വർഷ ഇംപ്രസ്ഡ് ആണ്. കൊള്ളാം. ഇവിടുത്തെ തെരഞ്ഞെടുപ്പ് വാർത്തകളൊക്കെ നിങ്ങൾ കാണാറുണ്ട്? പൊളിയാണോ? അടിപൊളിയാണ്. എങ്ങനെയുണ്ട് തെരഞ്ഞെടുപ്പ്? എവിടെയോ ആലോചനയിലാണ്. അപ്പം ഇവരെന്തായാലും വലിയ ആവേശത്തിൽ തന്നെയാണ് രതീഷ്. വലിയ ആവേശത്തിൽ ഇവരെ ഈ സ്ഥാനാർത്ഥിയെ സ്വീകരിക്കുന്നതിന്റെ, സ്ഥാനാർത്ഥിയോട് സംസാരിക്കുന്നതിന്റെ ഒക്കെ തിരക്കിലും ആവേശത്തിലൊക്കെയാണ്. അപ്പോൾ ഇവിടെ നിന്നൊക്കെ സരിൻ തുടങ്ങുകയാണ്. ഇനി കുറച്ച് കഴിയുമ്പോൾ റോഡ് ഷോയും പിന്നെ കളറാകുന്ന കൊട്ടിക്കലാശവുമാണ്. അതിനായിട്ടുള്ള കാത്തിരിപ്പാണ്. ഉഷാറാണ്. ബ്രോ എങ്ങനെ? അടിപൊളിയാണ്. സൂപ്പറാണ്. അട്ടിമറി ഉണ്ടാവും. എന്തോ കന്നിവോട്ടാണോ? അതെ. കന്നിവോട്ട് ആർക്കാ? തീർച്ചയായും അദ്ദേഹത്തിന് കൊടുക്കാം. അദ്ദേഹം എന്നൊക്കെ പറയുന്നത് ക്യാമറ നോക്കി പറഞ്ഞേ. ഇല്ല, തീർച്ചയായും അദ്ദേഹത്തിന് കൊടുക്കാം. കന്നിവോട്ടാണോ? അല്ല, ചെയ്തിട്ടുണ്ട്. ഇത്തവണ ആർക്കാ വോട്ട്? സാറിന് തന്നെയാണ്. സാറിന് തന്നെ. അതെ. ഇപ്പൊ കന്നിവോട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ട്. അപ്പൊ കുറെ പേരൊക്കെ തുറന്നു പറയുന്നുണ്ട്, കുറെ പേരൊന്നും തുറന്നു പറയുന്നില്ല. അപ്പൊ ആരാർക്ക് വോട്ട് ചെയ്യും, ആ വോട്ടൊക്കെ ആർക്ക് ഗുണം ചെയ്യും, അത് ഭൂരിപക്ഷത്തിലേക്കോ എന്തിലേക്കൊക്കെ ആയിരിക്കും നയിക്കാൻ പോകുന്നത്? അട്ടിമറിയായിരിക്കുമോ, തുടർച്ചയായിരിക്കുമോ, ചരിത്രമായിരിക്കുമോ? എന്തായാലും എല്ലാം കാണാനായി കാത്തിരിക്കുകയാണ് പാലക്കാട് രതീഷ്. ശരി.